അങ്ങനെ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ എന്നത്തെ പോലും ജിം പോകുന്നത് അതേ സമയം തന്നെ 7 മണി തന്നെ. അപ്പോൾ രാവിലെ എന്തായാലും കുറച്ച് മടി തോന്നി, എന്നാലും പോകാമെന്ന് തന്നെ വിചാരിച്ച്. മടി പിടിച്ചിരുന്ന കാര്യമല്ല, പിന്നെ പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് പോയി. ചൂട് ഭയങ്കരമാണ്, കണ്ടോ. രാവിലെ തന്നെ ഒരു മൂട് നിൽക്കുകയാണ്. വെയിലധികം ഇല്ല, പക്ഷേ ഭയങ്കര ചൂടാണ്. 5 മിനിറ്റാണ് നടക്കാൻ അവിടെ ജിമ്മിലെത്താൻ വേണ്ടി വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത് ജിമ്മിലെത്തി. ബേസ്മെൻറ്റിലാണ്, ഇവിടെയൊക്കെ കൂടുതലും ജിമ്മുകളിൽ ബേസ്മെൻറ്റിലാണ്. ഇടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ബേസ്മെൻറ്റ് ജിം പാടില്ല എന്നൊക്കെ. പക്ഷേ പിന്നെ അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു റിസപ്ഷനിൽ നമ്മൾ അവിടെ ടൈം എഴുതി കൊടുക്കണം, എത്ര എന്നുള്ളത്, എപ്പോഴാണ് നമ്മൾ ചെന്നതെന്നുള്ളത് ടൈം എഴുതണം. പിന്നെ ഇതാദ്യം ഒരിങ്ങനെ സൈക്ലിംഗ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാർഡിയോ ഏതെങ്കിലും പറയുന്നത് ചെയ്യാൻ പറയും. കുറച്ച് വാമപ്പ് ചെയ്തിട്ട് പിന്നെ ഇത് ഇങ്ങനെ സൈക്ലിംഗ് ചെയ്യും. അത് കഴിഞ്ഞത് ഇത് ഇന്ന് ലെഗ്സ് ആയിരുന്നു. അവർ ഓരോ ദിവസം ട്രെയിനർ ഓരോ ഇതാണ് പറയുന്നത്. ഇന്നലെ ഷോൾഡർ ആയിരുന്നു, ഇന്ന് ലെഗ്സിന് ഭയങ്കര കാലിൻ്റെ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഈ ചെയ്യാത്തതുകൊണ്ട് നമ്മളില്ലേ ഇത്രയും സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ ഇല്ലേ ഭയങ്കര വേദനയാണ്. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഇപ്പോൾ പിന്നെയും കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആവുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയുള്ളൂ. ഇന്ന് ഫുൾ കാലിൻ്റെയാണ് ചെയ്തത്. കണ്ടേ, ഇതൊക്കെ വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ നമുക്കിങ്ങനെ തോന്നും എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ വെയിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ അയാളിങ്ങനെ പറയും 3 റൗണ്ട് അങ്ങനെ ചെയ്യണം, 15 പ്രാവശ്യം ഇങ്ങനെ 3 റൗണ്ട് ചെയ്യണം, 4 റൗണ്ട് ചെയ്യണമെന്നൊക്കെ. പകുതി ആകുമ്പോഴത്തേക്ക് ഒരവസ്ഥ എത്തും, എന്നാലും ട്രൈ ചെയ്യും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. പിന്നെ കുറച്ച് ഇപ്പം വ്യത്യാസം വരുന്നുണ്ട്. ആദ്യം ചെയ്യുന്നതിൻ്റെ അത്ര ഇതും ഭയങ്കരമാണ്. ഇതും വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കാല് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കുന്നതാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, കാലിന് നല്ല മസിൽസൊക്കെ നല്ല ഇതാകും. പക്ഷേ ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓരോരുത്തരോട് എത്ര വെയിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അറിയാം. ഞാൻ ഏറ്റവും മിനിമം വെയിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നോക്കട്ടെ, ഇമ്പ്രൂവ് ആകും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുക ഓരോ ദിവസവും. അപ്പം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക.